സീത പറഞ്ഞു, വിസ്തരിച്ച കാര്യം പറയൂ. പണ്ടും എനിക്ക് സമാധാനം നൽകിയവൻ നീ ഒരാളാണല്ലോ. ഇപ്പോഴും എന്നെ സമാധാനിപ്പിക്കൂ. അശോകമരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആര്യപുത്രന്റെ കഥ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച നീ ഇപ്പോഴും എന്നെ ആശ്വസിപ്പിക്കൂ. അമ്മമാർക്കെല്ലാം സൗഖ്യമാണോ? അനുജന്മാരുടെയും അനുജത്തിമാരുടെയും അവസ്ഥ എന്താണ്? ഈ കുഞ്ഞുങ്ങൾ രണ്ടും ജനിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. അതിനിടയിൽ ആരും ഒന്നിങ്ങോട്ട് തിരിഞ്ഞു കയറിയില്ലല്ലോ. ഹനുമാൻ പറഞ്ഞു, ദേവി, എല്ലാവരുമുണ്ട്. ദുഃഖത്തിന്റെ കാർമേഘമാണ് അയോധ്യയിൽ ഇപ്പോൾ പടർന്നു കയറിയിട്ടുള്ളത്. തുടർന്ന് ഹനുമാൻ അശ്വമേധ യാഗത്തെക്കുറിച്ചും കുട്ടികൾ കുതിരയെ പിടിച്ചു വെച്ചതിനെ കുറിച്ചും എല്ലാവരെയും സ്തംഭിപ്പിച്ചതിനെ കുറിച്ചും മറ്റു ചിലരെയൊക്കെ മോഹനാസ്ത്രം ചെയ്ത് മോഹിപ്പിച്ചതിനെ കുറിച്ചുമുള്ള വിവരങ്ങളെല്ലാം വിശദമായി സീതാദേവിയെ ധരിപ്പിച്ചു. കുമാരന്മാർ ആരാണെന്ന് തനിക്ക് മനസ്സിലായെന്നും അതുകൊണ്ട് ഉണ്ടായ വാത്സല്യം കൊണ്ടാണ് അവരുടെ ദാസനായിട്ട് ഇത് വഴങ്ങിക്കൊടുത്ത് ഇങ്ങ് പോകുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുകയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ സീത പറഞ്ഞു, ആ കുതിര നിങ്ങളുടെ അച്ഛൻ്റെയാണ് മക്കളെ. വേഗം പോയി അഴിച്ചുവിടൂ. മോഹനാസ്ത്രത്തിന് പ്രത്യസ്ത്രം ചെയ്ത് എല്ലാവരെയും മോചിപ്പിക്കൂ. അപ്പോൾ മാത്രമാണ് കുട്ടികൾ തങ്ങൾ വാൽമീകി മഹർഷിയുടെ മക്കളല്ലെന്നും അയോധ്യ ചക്രവർത്തിയായ രാമചന്ദ്രനാണ് തങ്ങളുടെ അച്ഛൻ എന്നുമുള്ള സത്യം തിരിച്ചറിയുന്നത്. അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങൾ രാജാക്കന്മാരാണോ? എന്നിട്ട് താപസ ബാലന്മാരെ പോലെ കഴിയുന്നത് എന്താണ്? അമ്മ രാജ്ഞിയാണോ? അതെ കൺമണികളെ, അമ്മ രാജ്ഞിയാണ്, അച്ഛൻ രാജാവുമാണ്. പ്രജാഹിതം പരിപാലിക്കുവാൻ വേണ്ടി അച്ഛൻ അമ്മയെ വെടിഞ്ഞു. നിങ്ങളുടെ മുഖമെങ്കിലും കണ്ട് ഞാനിവിടെ സമാധാനിക്കുന്നു. അച്ഛൻ അതിനു പോലും നിവൃത്തിയില്ല. സദാ ദുഃഖാർത്ഥനായി അച്ഛൻ അവിടെ കഴിയുന്നു. വാൽമീകി മഹർഷി പഠിപ്പിച്ച രാമായണത്തിലെ രാമനും സീതയും തങ്ങളുടെ അച്ഛനമ്മമാരാണെന്ന് കുട്ടികൾ തിരിച്ചറിയുകയാണ്. അച്ഛൻ നടത്തുന്ന യാഗം കാണാൻ കുട്ടികൾ അമ്മയോട് അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ കുട്ടികളെ എൻ്റെ ചുമലിലേറ്റി ചുമന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുകയാണ്. മഹർഷീശ്വരൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദപ്രകാരം എന്തായാലും ചെയ്യാം എന്ന് സീത സമ്മതിക്കുകയാണ്. സീതയുടെ നിർദ്ദേശപ്രകാരം കുമാരന്മാർ തൽക്ഷണം തന്നെ കുതിരയെ അഴിച്ചുവിട്ടു. പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ച് മോഹനാവസ്ഥയിലും സ്തംഭനാവസ്ഥയിലും നിന്ന് എല്ലാവരെയും മോചിപ്പിച്ചു. ലക്ഷ്മണപാദങ്ങളിൽ അത്യന്തം ഭക്തിയോടെ അവർ നമസ്കരിച്ചു. സൗമിത്രി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ പിഞ്ചു കവിൾത്തടങ്ങളിൽ പിതൃവാത്സല്യത്തോടെ മാറി മാറി ചുംബിച്ചു. സീതാദേവിയെ ഒന്ന് കാണണമെന്ന് സൗമിത്രി വളരെ ആഗ്രഹിച്ചു. എന്നാലും യാഗാശ്വത്തെയും കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിറകെ പോകുക എന്നുള്ളതല്ലാതെ തൻ്റെ ഇഷ്ടത്തിന് മറ്റൊരു സ്ഥലത്ത് പോകുന്നത് നിഷിദ്ധമായതിനാൽ സൗമിത്രി അതിന് തയ്യാറായില്ല. വിമാനം ഉടനെ പ്രത്യക്ഷമായി. വിഭീഷണ സുഗ്രീവാദികളും അവരുടെ സൈന്യങ്ങളും വിമാന യാത്രക്കാരായി വന്ന എല്ലാവരും അപ്പോൾ തന്നെ വിമാനത്തിൽ കയറി നൈമിഷാരണ്യത്തിലേക്ക് തിരിച്ചുപോയി. ലക്ഷ്മണനും കുതിരയും സൈന്യവും രാജാക്കന്മാരിൽ നിന്നും ലഭിച്ച വമ്പിച്ച ദ്രവ്യങ്ങളുമായി 3 ദിവസം കഴിഞ്ഞ് യാഗസ്ഥലത്ത് എത്തിച്ചേർന്നു. യജ്ഞം മുറ പോലെ നടക്കാൻ തുടങ്ങി. 4 ദിവസം സീതാദേവിയുടെ ചേവടികളെ സേവിച്ചുകൊണ്ട് ആശ്രമത്തിൽ താമസിച്ചു നമ്മുടെ ഹനുമാൻ. അപ്പോഴത്തേക്ക് വാൽമീകി മഹർഷിയും സമാഗതനായി. ജാനകി സർവ്വ വിവരങ്ങളും മാമുനീന്ദ്രൻ ധരിപ്പിച്ചു. കുമാരന്മാരുടെ കുസൃതിത്തരങ്ങളെ ഓർത്ത് അദ്ദേഹം ഒന്ന് മന്ദഹസിച്ചു. കുട്ടികൾ അയോധ്യയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വിരോധവുമില്ല. ഭക്തോത്തമനായ ഹനുമാൻ തന്നെയാണ് അവരെ കൊണ്ടുപോകേണ്ടത്. പോയി അച്ഛനെ അവർ കാണട്ടെ. നിങ്ങൾ അവിടെ ചെന്ന് രാമായണം കാവ്യം പാടണമെന്നും എന്നാൽ നിങ്ങൾ ആരാണെന്ന് അറിയിക്കുകയും വേണ്ടെന്നും രാജാവ് എന്ത് സമ്മാനം തന്നാലും സ്വീകരിക്കരുതെന്നും ശട്ടം കെട്ടി ഹനുമാന്റെ കൂടെ കുട്ടികളെ നൈമിഷാരണ്യത്തിലേക്ക് പറഞ്ഞയച്ചു. യാഗശാലയിൽ മുനിസങ്കേതത്തിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് ബാലകന്മാർ മാറിയിരുന്നു. ദിവ്യ തേജസ് തിളങ്ങുന്ന ആ ഋഷികുമാരന്മാരെ കണ്ട് സദസ്സിൽ ഇരുന്നവർ അതിശയിച്ചു. ഇവർ ആരാണെന്നും എങ്ങനെ അവിടെ വന്നു ചേർന്നുവെന്നും ആരും അന്വേഷിച്ചില്ല. യാഗപീഠത്തിലിരിക്കുന്ന പിതാവിനെ ലഘുഷന്മാർ അകലത്തിലിരുന്ന് അന്യരെ പോലെ നോക്കിക്കണ്ടു. 2 പേരുടെയും നയനങ്ങളിൽ വെള്ളം നിറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് വാമഭാഗത്ത് ഒരു പ്രതിമ, അമ്മയുടെ ഒരു സ്വർണ്ണ പ്രതിമ. അത് കണ്ട് അതിനുള്ള ഹേതു എന്താണെന്നറിയാതെ അവർ അതിശയിച്ചു. യജ്ഞം അവിശ്രാന്തം നടക്കുകയാണ്.
സമയം കുറെ കഴിഞ്ഞു. ആവാഹന കർമ്മം നടക്കുകയാണ്. മന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദം നിലച്ചു. ആ ഒരു പൂർണ്ണ ശാന്തതയില് പെട്ടെന്ന് ഒരു ദേവ ഗായക ശബ്ദതരംഗം ഇളകി ഇളകി വരുന്ന മാതിരി കർണമധുരമായ ഒരു ഗാനം യാഗശാലയുടെ ഒരു വശത്തു നിന്നും കേൾക്കപ്പെട്ടു. ആ ശബ്ദമാധുരിയിൽ ജനങ്ങൾ ഹർഷപുളകിതരായി. അവർ ശ്രദ്ധിച്ചങ്ങോട്ട് നോക്കി. മണിവർണ്ണ രൂപികളായ 2 കോമള മുനികുമാരന്മാർ രാമായണം കഥ പാടുകയാണ്. കാവ്യത്തിന്റെ മനോഹാരിതയിൽ ലയിച്ച രാമചന്ദ്രൻ കുട്ടികളെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. 2 പേരും വന്ന് വണക്കത്തോടെ രാജപുങ്കുവന്റെ അന്ത്യത്തിൽ വന്ന് തൊഴുതുകൊണ്ട് നിന്നു. ആ കാഴ്ച കാണുവാൻ കഴിവില്ലാതെ ലക്ഷ്മണൻ കണ്ണുകൾ പൊത്തി. ഇഷ്ടമുള്ള സ്വർണ്ണാഭരണങ്ങൾ കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാൻ രഘുപതി ഭരതനോട് ആജ്ഞാപിച്ചു. പ്രഭോ, ഞങ്ങൾ മുനികുമാരന്മാരാണ്. ഫലമൂലാദികൾ ഭക്ഷിക്കുകയും മരവുരികൾ ഉടുക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ സ്വർണം കൊണ്ട് എന്ത് പ്രയോജനം? രാമൻ ചോദിച്ചു. നിങ്ങൾ ആരാണ്? ഈ മനോഹര കാവ്യം ചമച്ചതാരാണ്? അപ്പൊ കുട്ടികൾ പറഞ്ഞു, അയോധ്യ ചക്രവർത്തി യാഗം നടത്തുന്നു എന്ന് കേട്ടത് കാണാൻ ഞങ്ങൾ വന്നതാണ്. വാൽമീകി മുനിയാണ് ഈ കാവ്യത്തിന്റെ കർത്താവ്. അദ്ദേഹം ഗോമതി തീരത്തുള്ള ആശ്രമത്തിൽ താമസിക്കുന്നു. ഈ കാവ്യത്തിന് 500 സർഗങ്ങളുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളത് മുഴുവനും പാടാം. പ്രതിഫലമൊന്നും വേണ്ട. ഞങ്ങളുടെ അമ്മയൊരു താപസിയാണ്. രാമായണം പാടുന്നതിന് പ്രതിഫലം ഒന്നും വാങ്ങരുതെന്ന് അമ്മ പ്രത്യേകം ശട്ടം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേന്ന് കുട്ടികൾ രാമായണം മുഴുവനും പാടുന്നുണ്ടെന്ന് വിളംബരം ചെയ്തു. അതനുസരിച്ച് നൈമിഷാരണ്യം ജനനിബിഡമായിരുന്നു. പിറ്റേന്ന് എല്ലാ ആൾക്കാരും ഈ രാമായണം കഥ കേൾക്കാനായിട്ട് അവിടെ തടിച്ചുകൂടി. അങ്ങനെ വാൽമീകി പ്രോക്തമായ രാമായണം ഇമ്പസമ്പൂർണമായ സ്വരമാധുര്യത്തോടെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ആ കുമാരന്മാർ ഗാനം ചെയ്യാൻ തുടങ്ങി. ആളുകൾ ഭക്തിലഹരിയിൽ ആറാടി നിന്നുപോയി. ആ ഗാനവേളയിൽ മാരുതിയുടെ മുഖത്തേക്ക് രാമദേവൻ ഒന്ന് നോക്കി. ആലോലമൊഴുകുന്ന കണ്ണുനീരോടെ ആ ഭക്തൻ നിന്ന് കരയുകയാണ്. ലക്ഷ്മണന്റെ നേത്രങ്ങളും നിറഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ അദ്ദേഹം അവരെ 2 പേരെയും അടുത്ത് വിളിച്ച് സദസ്സ് മുഴുവനും കേൾക്കത്തക്ക വിധം ശാന്തസ്വരത്തിൽ ചോദിച്ചു. ഈ കുട്ടികൾ ആരാണെന്ന് നിങ്ങൾക്ക് 2 പേർക്കും അറിയാം. എന്നോട് സത്യം പറയൂ. ഈ തുറന്ന സദസ്സിൽ വെച്ച് പറയൂ, ഈ കുട്ടികളുടെ അമ്മ ആരാണ്? അച്ഛൻ ആരാണ്? ഗാനം നിലച്ചു. സദസ്സ് ആകെ നിശബ്ദമായി. ഹനുമാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, സ്വാമി, അടിയനത് ഉണർത്തിക്കുവാൻ കെൽപ്പില്ല. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നീയെങ്കിലും എന്നോട് സത്യം പറയൂ. ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഈ ആരോമൽ കൺമണികൾ സീതാദേവിയിൽ ജ്യേഷ്ഠനുണ്ടായ ദിവ്യ സന്താനങ്ങളാണ്. ജ്യേഷ്ഠന്റെ ഓമൽ പുത്രന്മാർ. ഹനുമാനാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നത്. യാഗാശ്വത്തെ ബന്ധിച്ചതും മോഹനാസ്ത്രം സ്തംഭനാസ്ത്രം ഇത് എല്ലാവരെയും മയക്കിയതും ഈ അരുമക്കിടാങ്ങളാണ്. സർവ ശസ്ത്ര വിദ്യകളും അസ്ത്രവിദ്യകളും ഈ ചെറുപ്രായത്തിൽ തന്നെ വാൽമീകിയിൽ നിന്നും ഇവർ അഭ്യസിച്ചു കഴിഞ്ഞു. അച്ഛനെ കണ്ട് അങ്ങനെ സൗമിത്രി സകല വിവരങ്ങളും ശ്രീരാമചന്ദ്രനെ അറിയിച്ചു. അദ്ദേഹം വല്ലാത്ത സങ്കടത്തോടുകൂടി, എൻ്റെ പൊന്നോമൽ കൺമണികളെ, അപരാധിയായ ഈ അച്ഛന് നിങ്ങൾ മാപ്പ് തരണം. അയ്യോ, ഞാൻ എന്തൊരു മഹാപാപി. ഈ വിധം വിലപിച്ചുകൊണ്ട് രാമചന്ദ്രൻ സിംഹാസനത്തിൽ ചാരി വീണു. അനന്തരം എഴുന്നേറ്റിരുന്ന 2 മക്കളെയും മടിയിൽ പിടിച്ചിരുത്തി അവരുടെ മൃദുല കപോലങ്ങളിലും മൂർധാവുകളിലും മാറി മാറി ചുംബിച്ച് അശ്രുധാര വാർത്തു. നിർദോഷിയായ ആ കുമാരന്മാരും അപ്പോൾ കരഞ്ഞു. അശ്വമേധയാഗത്തിന്റെ ഫലം അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധിച്ചിരിക്കുന്നു എന്ന് വസിഷ്ഠൻ അഭിപ്രായപ്പെട്ടു. ആ സമയം സീതയുടെ സ്വർണ പ്രതിമയുടെ കണ്ണുകളിൽ നിന്നും വെള്ളമൊഴുകുന്നത് ആത്മജ്ഞാനം സിദ്ധിച്ച മഹർഷികൾ പലരും ദർശിച്ചു. പിന്നീട് അമ്മമാരെല്ലാവരും ബാക്കിയുള്ളവരും എല്ലാം വന്ന് കുട്ടികളെ അനുഗ്രഹിച്ച് അവരെ വാരിപ്പുണർന്ന് ചുംബിച്ച് താലോലിച്ച് ഒക്കെ സ്വീകരിച്ചു. ആ സമയത്താണ് യാഗശാലയ്ക്ക് പുറത്ത് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് രഘുപതി കാണുന്നത്. അവരെ വിളിച്ചുകൊണ്ട് വരാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. അവർ വന്നു കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ ഒരു രജകത്തിയാണ്. പൊന്നു തമ്പുരാട്ടി
സീതാമഹാരാജ്ഞിയെക്കുറിച്ച് ഇല്ലാപ്പഴി പറഞ്ഞുണ്ടാക്കിയ ദുഷ്ടയാണ് അടിയൻ. അടിയന്റെ രചകനോടുള്ള വൈരാഗ്യത്തിന് അടിയൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഗംഗാതീർത്ഥം പോലെ ശുദ്ധയായ ദേവിയെക്കുറിച്ച് അടിയൻ പറഞ്ഞ കളവ് ക്ഷമിക്കണം. അപ്പോൾ രാമൻ പറഞ്ഞു, നിനക്ക് കുറ്റമൊന്നുമില്ല, പോയിക്കൊള്ളൂ. ആ സ്ത്രീക്ക് പിന്നെ കുറച്ച് ദ്രവ്യം കൂടി കൊടുത്തയക്കുവാൻ ഭരതനോട് അദ്ദേഹം കൽപ്പിച്ചു. എന്നിട്ട് മന്ത്രി സത്തമനെ വിളിച്ച് എല്ലാവരും കേൾക്കെ അദ്ദേഹം ആജ്ഞാപിച്ചു, സുമന്ത്രരെ, ഈ ക്ഷണം തന്നെ വിമാനത്തിൽ വാൽമീകി ആശ്രമത്തിൽ പോയി വൈദേഹിയെയും വാൽമീകി മഹർഷിയെയും കൂട്ടിക്കൊണ്ടുവരണം. സുമന്ത്രർ വിമാനത്തിൽ കയറിപ്പോയതും വന്നതും നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു. സീതാദേവിയും വാൽമീകിയും യാഗശാലയിൽ പ്രവേശിച്ചു. സദസ്സിൽ ഇരുന്ന സർവരും അപ്പോൾ എഴുന്നേറ്റ് കൈകൂപ്പി ദേവിയെ സ്വാഗതം ചെയ്തു. അമ്മയെയും മഹർഷിയെയും കണ്ട കുട്ടികൾ അച്ഛൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അർഘ്യപാദ്യാദികൾ നൽകി വാൽമീകിയെ ആദരിച്ച് മുമ്പിലിരുത്തി. സീതാദേവി ആത്മവല്ലഭന്റെ സന്നിധിയിൽ വന്ന് തൊഴുതുകൊണ്ടു നിന്നു. ലവനും കുശനും മാതാവിന്റെ ഇരുപാർശ്വങ്ങളിലുമായി നിലകൊണ്ടു. അമ്മയും മക്കളും അച്ഛന്റെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്ന ആ കാഴ്ച കണ്ട് കണ്ണുനീർ പൊഴിക്കാത്തവരായി ഈ യാഗശാലയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഹോത്രികൾ പോലും കരഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൗസല്യാദി മാതാക്കളും മാണ്ഡവി തുടങ്ങിയ അനുജത്തിമാരും അന്തപുര സ്ത്രീകളും ചേടിജനങ്ങളും വിശിഷ്യ സീതയുടെ പഴയ പരിചാരികമാരും അവനിപുത്രിയെ വന്നു കണ്ട് സൗഹാർദ്ദ കുശല പ്രശ്നങ്ങളും സ്നേഹപ്രകടനങ്ങളും നടത്തി. പിറ്റേന്ന് യാഗദീക്ഷയാചരിപ്പിച്ച് യജ്ഞവേദിയിൽ സ്വർണ പ്രതിമ ഇരുന്ന സ്ഥാനത്ത് ദേവിയെ ഉപവിഷ്ടയാക്കി യാഗം തുടർന്നു. ആ പ്രതിമയെ തൻ്റെ പൂജാ വിഗ്രഹമായി രാഘവൻ സ്വീകരിച്ചു. അങ്ങനെ ദേവിയെ കൂടാതെ ആരംഭിച്ച യാഗം ദേവിയുടെ സാന്നിധ്യത്തിൽ സമംഗളം പൂർത്തീകരിക്കപ്പെട്ടു. യജ്ഞത്തിന്റെ അവസാനത്തിലുള്ള അവഭൃത സ്നാനകർമ്മം മാത്രം നടന്നിട്ടില്ല. അപ്പോൾ ജനങ്ങൾ പിരിയുന്നതിന് മുമ്പായിട്ട് സീതയുടെ പരിശുദ്ധിയെ സംബന്ധിച്ച് ഒരു പരീക്ഷണം കൂടി നടത്തി അവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് രാമന് ഒരാഗ്രഹമുണ്ടായി. പക്ഷേ അതിൻ്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്ന് അദ്ദേഹം അപ്പോൾ ആലോചിച്ചില്ല. രാമൻ സീതയോട് പറഞ്ഞു, നീ പരിശുദ്ധയും പതിവ്രതയുമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ജനങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിന്റെ അഗ്നിപ്രവേശം അയോധ്യാവാസികളാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ മഹാജനങ്ങളുടെ മുമ്പിൽ നീ വീണ്ടും ഒരു തവണ കൂടി അഗ്നിപ്രവേശം ചെയ്ത് നിന്റെ പരിശുദ്ധിയെ തെളിയിക്കണം. അതുമൂലം എനിക്കും നിനക്കും കീർത്തിയും ശ്രേയസ്സും വർദ്ധിക്കും. ഈ വാക്കുകൾ കേട്ട് ഹൃദയവേദനയോടെ അശ്രുക്കൾ വാർത്തുകൊണ്ട് സീത കാന്തന്റെ മുഖത്തേക്ക് ദീനഭാവത്തിൽ ഒന്ന് നോക്കി. എന്നും സംശയഗ്രസ്തനായി വർത്തിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. എനിക്ക് യാതൊരു കളങ്കവുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി ധർമ്മപത്നിയെ വഹ്നിയിൽ ചാടിക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നു. സംശയത്തിന്റെ പേരിൽ എന്നുമെന്നും പരീക്ഷയ്ക്ക് വിധേയയായി തീരുന്ന പത്നിക്ക് മരണമൊന്നു മാത്രമേ ആലംബ സമാധാനം നൽകൂ. ഈ വിധം വേദനയോടെ ചിന്തിച്ച് നൈരാശ്യത്തോടെ സീത ഭൂമിദേവിയായ മാതാവിനെ വിളിച്ച് ഉറക്കെ കരഞ്ഞു. അമ്മേ, ധാത്രി ദേവി, എനിക്ക് അമ്മയല്ലാതെ മറ്റൊരാശ്രയമില്ല. ഒരു ഉത്തമ ധർമ്മപത്നിയാകുവാൻ ഞാൻ യാതനകൾ വളരെ അനുഭവിച്ചു, വേദനകൾ വളരെ തിന്നു. എന്നിട്ടും ആത്മനാഥന് സംശയം മാറുന്നില്ല. ഞാൻ പതിവ്രതയാണെങ്കിൽ അമ്മേ, മാതാവേ, എനിക്കിടം തരിക. ഈ മകളെ അമ്മ തിരിച്ചെടുക്കൂ. മനുഷ്യജീവിതം എനിക്ക് മതി. അമ്മയുടെ പൂമടിത്തട്ടിൽ ഞാൻ ശയിച്ചു കൊള്ളട്ടെ. ഞാൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ സകലാശ്രയഭൂതയായ സത്യമാതാവെ, എന്നെ അനുഗ്രഹിച്ച് ദേവി കൈക്കൊള്ളണമേ. പെട്ടെന്ന് ഒരു ഘോര ശബ്ദം അവിടെ മുഴങ്ങി. അതേ തുടർന്ന് ദീപ്തിമത്തായ ഒരു വിദ്യുത് പ്രകാശം മിന്നി. ഭൂമി പിളർന്ന് അതിൽ നിന്നും ധരാദേവി സിംഹാസനാരൂഢയായി ദിവ്യ പ്രഭാസോജ്വലയായി മേൽപോട്ടുയർന്ന് സീതാദേവിയെ ഒരു മാതാവെന്ന പോലെ കൈത്തലത്തിൽ വാരിയെടുത്ത് സിംഹാസനത്തിലിരുത്തി ആ പിളർപ്പിൽ കൂടി താഴോട്ടിറങ്ങി അധോലോകത്തിൽ അന്തർധാനം ചെയ്തു. വിശ്വമാതാവ് പാതാളത്തിൽ മറഞ്ഞതോടുകൂടി വിശ്വമാകെ നിശ്ചലമായി.
വായു പോലും ചലിച്ചില്ല. ഭാസ്കരബിംബം മങ്ങി. സർവ്വജനങ്ങളും വിസ്മയപ്പെട്ട് അന്തിച്ചു നിന്നുപോയി. വസിഷ്ഠാദി മാമുനി പ്രവരന്മാരും പകച്ചു. രാമഭദ്രൻ പശ്ചാത്താപ പരമാംബുദ്ധിയിൽ ആമഗ്നനായി. സീത തന്നിൽ നിന്നും എന്നേക്കുമായി അകന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ അശ്രുക്കൾ നിറഞ്ഞു. പെട്ടെന്ന് ആ നയനങ്ങൾ രൗദ്രങ്ങളായി ജ്വലിച്ചു. സംഹാര രുദ്രനെ പോലെ അദ്ദേഹം രോഷാകുലനായി വിറച്ചു. കോദണ്ഡം കയ്യിലെടുത്തു. തൻ്റെ മുമ്പിൽ നിന്നും ധർമ്മപത്നിയെ കൊണ്ടുപോയ ഭൂമിദേവിയെ തകർക്കാനായി അദ്ദേഹം ബ്രഹ്മാസ്ത്രം തൊടുത്തു. ഈ സമയം രാമനും ബ്രഹ്മർഷികൾക്കും മാത്രം ദൃശ്യമാകത്തക്ക വിധം നാൻമുഖൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു. അങ്ങ് ആരാണെന്ന് അങ്ങ് വിസ്മരിച്ചു കളഞ്ഞുവോ? അവതാരോദ്ദേശം നിറവേറിക്കഴിഞ്ഞപ്പോൾ ദേവി അന്തർധാനം ചെയ്തതാണെന്നും ഭൂമിയിൽ നിന്നും ജനിച്ചവൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുപോയി, അതിന് അങ്ങ് കോപിക്കാൻ പാടില്ല എന്നും അങ്ങ് വൈകുണ്ഠപദം പ്രാപിക്കുമ്പോൾ ആ ദേവി അങ്ങയിൽ തന്നെ വിലയം പ്രാപിക്കും എന്നും, ഇതൊരു സൂക്ഷ്മ തത്വമാണ്, ഇത് ഗ്രഹിക്കാതെ കേവലം മായാബദ്ധനായ മാനവനെ പോലെ പെരുമാറുന്നത് അവതാര സൂക്ഷ്മ ധർമ്മമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതം സുഖത്തിൽ അധിഷ്ഠിതമല്ലെന്നും വെറും ദുഃഖമയമാണെന്നും കൂടി സ്പഷ്ടമാക്കുവാനാണ് അങ്ങയുടെ ഈ രാമാവതാരം. അത് അങ്ങ് മനുഷ്യത്വത്തിൽ സാത്മ്യം പ്രാപിച്ചപ്പോൾ മറന്നു കളഞ്ഞോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങയുടെ അവതാരോദ്ദേശങ്ങൾ സർവവും നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറേ വർഷങ്ങൾ കൂടി അങ്ങ് ഈ ഭൂതലത്തിൽ ജീവിക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങയുടെയും വിഷ്ണു രോഗപ്രാപ്തിക്ക് സമയമാകും. അന്ന് ദേവിയും ദേവനും ഒന്നായിത്തീരും. പിന്നെ എന്തിനാണ് അങ്ങ് ഇത്ര ബദ്ധ കോപാന്തനായിത്തീരുന്നത്? അതും ഭഗവാന്റെ ഒരു മായക്കളിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം. ഈ യുഗത്തിൽ അങ്ങ് ദുഃഖത്തിന്റെ പ്രതീകമായി അവതരിച്ചു. ഇതിന് പരിഹാരമായി ദ്വാപര യുഗത്തിൽ ദുഃഖമെന്തെന്ന് അറിയാത്ത ഒരവതാരമായിരിക്കും അങ്ങ് സ്വീകരിക്കുന്നത്. ഇവിടെ കൃഷ്ണാവതാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. രാമചന്ദ്രനെ അനുഗ്രഹിച്ച് വിധാതാവ് യാത്രയായി. അതിനുശേഷം അപഹൃത സ്നാനവും കഴിച്ച് യാഗസമ്പൂർത്തി വരുത്തി. പിന്നെ ഹോതാക്കൾക്കും പുരോഹിതന്മാർക്കും പരികർമ്മികൾക്കും മഹർഷികൾക്കും ബ്രാഹ്മണർക്കും യഥായോഗ്യം ദക്ഷിണയും ദാനവും നൽകി അവരെ പ്രീതിപ്പെടുത്തി അനുഗ്രഹങ്ങളും വാങ്ങി അത്യാഡംബരപൂർവ്വം പരിവാര സമേതം ബന്ധു രാജാക്കന്മാരും ഒരുമിച്ച് ദാശരഥി അനുജന്മാരോടും പുത്രന്മാരോടും കൂടി സാകേതപുരി പ്രാപിച്ചു. സുഗ്രീവൻ, വിഭീഷണൻ, ഗുഹൻ ആദിയായ മിത്രങ്ങളെയും ബന്ധു നിർപതികളെയും യഥാചിതം ആചരിച്ച് സമ്മാനങ്ങളും നൽകി ബഹുമാനപൂർവം വിമാനത്തിൽ യാത്രയാക്കി. വിമാനവും അളകാപുരിക്ക് തിരിച്ചയച്ചു. ഹനുമാനും സങ്കടത്തോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. സീതാദേവിയുടെ വേർപാടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞവനും ഏറ്റവും കൂടുതൽ രാമഭദ്രനെ ആശ്വസിപ്പിച്ചവനും മാരുതിയായിരുന്നു. സീതാവിയോഗ ദുഃഖം മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിലും അത് പുറത്ത് പ്രദർശിപ്പിക്കാതെ പുത്രന്മാരും ഭ്രാതാക്കളും ഒരുമിച്ച് രാമചന്ദ്രൻ പഴയതുപോലെ രാജ്യം ക്ഷേമൈശ്വര്യ സമൃദ്ധമായി ഭരിക്കാൻ തുടങ്ങി. പൂജാവിഗ്രഹമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന പ്രാണവല്ലഭയുടെ കാഞ്ചന പ്രതിമ നിത്യവും കയ്യിലെടുത്ത് അതിനോട് അദ്ദേഹം ആത്മസല്ലാപം ചെയ്ത് ആനന്ദിച്ചു കൊണ്ടിരുന്നു. ആ കാലത്തിനിടയിൽ മാതാക്കൾ 3 പേരും കാലഗതി അടഞ്ഞ് സ്വർഗലോകം പോയി. മാതൃജനമരണവും ധർമ്മപത്നി വിയോഗവും രാമന്റെ മനസ്സിനെ, അദ്ദേഹം അവതാര പുരുഷനാണെങ്കിലും മനുഷ്യനായി ജനിച്ചു പോയതിനാൽ സദാ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. പാവനചരിതയും പരിശുദ്ധ പതിവ്രതയുമായിരുന്നു തൻ്റെ പ്രിയവല്ലഭയായ സീതാദേവിയെങ്കിലും അപവാദ ഭീതിയാൽ താൻ അവളെ പരിത്യജിക്കുകയും ഒടുവിൽ അഗ്നിപ്രവേശം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തല്ലോ എന്നോർത്ത് അദ്ദേഹം വളരെ മനസ്താപിച്ചു. ഒരു ദിവസം ജാനകി ദേവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി അദ്ദേഹം ഏകനായി തൻ്റെ മണിയറയിൽ ഇരിക്കുമ്പോൾ ദേവിയുടെ മഹാത്മ്യത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്ന പഴയ ഒരു കഥ ഓർമ്മിച്ചു. പട്ടാഭിഷേകം കഴിഞ്ഞ് ശ്രീരാമഭദ്രൻ അയോധ്യ ചക്രവർത്തിയായി വാഴുന്ന കാലം. ദിവംഗതനായ പിതാവിൻ്റെ ആത്മപുണ്യത്തിനും പിതൃശുദ്ധിക്കും വേണ്ടി ഗയാതീർത്ഥത്തിൽ പോയി ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ ഒരു മോഹമുദിച്ചു. വിവരം അനുജന്മാരെയും ധരിപ്പിച്ചു. അതനുസരിച്ച് അമ്മമാരും പത്നിമാരും കുലാചാര്യനും മന്ത്രി പുങ്കുവന്മാരും ബന്ധുക്കളും ഒരുമിച്ച് രാമനും
സഹോദരന്മാരും ഒരു ശുഭമുഹൂർത്തത്തിൽ ഗയാതീർത്ഥത്തിലെത്തി. അയോധ്യാധിപതിയുടെ ആഗമന വൃത്താന്തം അറിഞ്ഞ് മഹർഷികൾ ഉൾപ്പെടെ അനവധി ആളുകളും അപ്പോൾ അവിടെ വന്നുകൂടി. പിതൃകർമ്മം നടത്താനുള്ള കർമ്മങ്ങളും വിധിപ്രകാരം ആരംഭിക്കാൻ തുടങ്ങി. ഭാഗ്യദോഷത്താൽ സീതാദേവി അന്ന് പുഷ്പിണിയായി. അതുകൊണ്ട് ആ മംഗളകർമ്മത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചില്ല. അപ്പോൾ ഭർത്തൃപിതാവിന് വേണ്ടിയുള്ള ഗയാതീർത്ഥത്തിലെ പിതൃകർമ്മങ്ങൾ ദർശിക്കാൻ പോലും അശുദ്ധി മൂലം തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് അവനിപുത്രി വളരെ മനസ്താപപ്പെട്ടു. കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. സീതാദേവി കുളി കഴിഞ്ഞ തല തോർത്താതെ ഈറൻ വസ്ത്രങ്ങളോടെ കരയ്ക്ക് കയറിയിട്ട് അവിടുത്തെ മണ്ണെടുത്ത് 2 കൈകൾ കൊണ്ട് കുഴച്ചൊരു പിണ്ഡമാക്കിയിട്ട് ദശരഥനെ മനസ്സിൽ ധ്യാനിച്ച് അതിന്മേൽ ഭക്തിപൂർവ്വം തർപ്പണം ചെയ്തു. സ്വയം മനസ്സിന്റെ ഒരു തൃപ്തിക്കും കൃതാർത്ഥതയ്ക്കും ഒക്കെ വേണ്ടിയാണ് മൈഥിലി അപ്രകാരം ചെയ്തത്. അവളുടെ ഈ പ്രവൃത്തിയാണെങ്കിൽ ആരും ഒട്ട് കണ്ടതുമില്ല. ഗയാതീർത്ഥത്തില് പിതൃകർമ്മം ചെയ്താൽ പിതൃക്കൾ നേരിട്ട് വന്ന് ആ പിണ്ഡങ്ങള് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ മഹാത്മ്യം. പല ആളുകളും അവിടെ പിതൃബലികൾ അർപ്പിക്കുന്നുണ്ട്. അവരുടെ പിതൃക്കള് നേരിട്ട് വന്ന് ഇങ്ങനെ ആ പിണ്ഡങ്ങള് സ്വീകരിക്കുന്നുമുണ്ട്. തൻ്റെ അച്ഛൻ്റെ പിതൃ മാത്രം താൻ നൽകിയ ബലിപിണ്ഡം വാങ്ങാൻ വന്നിട്ടില്ല. ദാശരഥിക്ക് ആകെ നിരാശയും സങ്കടവും മാനഹാനിയും ഒക്കെ തോന്നി. ഭരതന്റെയും ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെയും പിണ്ഡങ്ങൾ സ്വീകരിക്കാനും ദശരഥന്റെ പിതൃ വന്നില്ല. അപ്പോൾ പുരോഹിതന്മാരും വസിഷ്ഠനും കഥയറിയാതെ പരസ്പരം പകച്ചു നോക്കി. പിതൃകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റു ചില രാജാക്കന്മാര് ഇതറിഞ്ഞ് പുച്ഛഭാവത്തില് രാമനെ നോക്കി. ഇനി ഇവര് ദശരഥന്റെ മക്കളല്ലായിരിക്കുമോ എന്ന് പിറുപിറുത്തു. കോപാന്ധനായ രാമൻ കൗസല്യയുടെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു, അമ്മേ, സത്യം പറയണം, ഞാൻ ആരുടെ പുത്രനാണ്? ദശരഥ മഹാരാജാവാണോ എൻ്റെ അച്ഛൻ? വേഗം പറയൂ. അപ്പോൾ ഭയത്തോടുകൂടി കൗസല്യ പറഞ്ഞു, 33 കോടി ദേവകളും അഷ്ടദിക് പാലകന്മാരും സാക്ഷിയായി ഞാൻ പറയുന്നു, മകനെ, നീ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ തന്നെയാണ്. ലോകത്തിൽ അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരു പുരുഷനെയും ഞാൻ സ്പർശിച്ചിട്ടില്ല, മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. ഭരതനാണെങ്കിൽ കൈകേയിയോട് ചോദിച്ചു, ദുഷ്ടയെ പണ്ട് മുതലേ ഭർതൃദ്രോഹം ചെയ്ത് അറപ്പു തീർന്ന കുലടയായ മാതാവേ, പറയൂ, ഞാൻ ആരുടെ തനയൻ? ജാരസന്തതിയാണോ? അസത്യം പറഞ്ഞാൽ ഈ നിമിഷം എൻ്റെ കണ്ടം ഞാൻ വെട്ടി അരിഞ്ഞ് തല ദൂരെ തെറിപ്പിക്കും എന്നെല്ലാം പറഞ്ഞ് ആകപ്പാടെ ബഹളമായി. ഈ സമയം ലക്ഷ്മണനും ശത്രുഘ്നനും സ്വന്തം മാതാവിനെ വിഷമിപ്പിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അനുജന്മാർ 3 പേരെയും ശാന്തരാക്കിയതിനു ശേഷം ഹനുമാനെ തിരുവുള്ളത്തിൽ ധ്യാനിച്ചു. തത്സമയം ഹനുമാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വായുപുത്ര, നീ ഈ ക്ഷണം തന്നെ സ്വർഗലോകത്ത് പോയി എൻ്റെ പിതാവിനെ ചുമലിൽ വഹിച്ച് ഇവിടെ കൊണ്ടുവരണം. അദ്ദേഹം ഇപ്പോൾ പിതൃവാണ്, അതും ധരിച്ചു കൊള്ളണം. മാരുതപുത്രൻ തൽക്ഷണം തന്നെ മായാവല്ലഭനെ നമസ്കരിച്ച് നാഗലോകത്തേക്ക് പ്രയാണം ചെയ്തു. സ്വർഗലോകം മുഴുവനും തിരഞ്ഞിട്ടും ദശരഥന്റെ പിതൃവിനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സായുജ്യമടഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മലോകം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് പവനതനിയൻ അപ്പോൾ തന്നെ നേരെ പത്മസംഭവ ലോകത്തിലെത്തി. ദശരഥന്റെ പിതൃവിനെ കണ്ട് രാമഭദ്രന്റെ നിർദ്ദേശം അറിയിച്ച് അദ്ദേഹത്തെയും കൊണ്ട് രഘുപതിയുടെ സന്നിധിയിൽ സമാഗതനായി. രാമൻ ദശരഥനോട് ചോദിച്ചു, ഇവിടെ ആര് പിതൃകർമ്മങ്ങൾ നടത്തുന്നുവോ അവന്റെ മുമ്പിൽ ആ പിതൃക്കൾ പ്രത്യക്ഷപ്പെട്ട് ആമപിണ്ഡം നേരിട്ട് വാങ്ങി അനുഗ്രഹിക്കുകയാണല്ലോ പതിവ്. ഞങ്ങൾ ഭക്തിപൂർവ്വം നൽകിയ ആമപിണ്ഡങ്ങൾ കൈക്കൊള്ളുവാൻ അച്ഛൻ നേരിട്ട് പ്രത്യക്ഷപ്പെടാതിരുന്നത് എന്താണ്? ഞങ്ങൾ അച്ഛൻ്റെ മക്കളല്ലേ? മക്കൾ 4 പേരും തൻ്റെ പുത്രന്മാരാണെന്നും അമ്മമാർ പരിശുദ്ധകളാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം, നിങ്ങൾ ആമപിണ്ഡങ്ങൾ നൽകുവാനായി എന്നെ സങ്കല്പിച്ച് ധ്യാനിച്ചുകൊണ്ട് ഉദ്വസിച്ച സമയത്തിന് അല്പം മുമ്പ് ഞാൻ സായുജ്യം പ്രാപിച്ച് സ്വർഗലോകത്തിൽ നിന്നും ബ്രഹ്മലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടുപോയി. അതിന് കാരണം എൻ്റെ മകൾ പുണ്യവതിയും ശ്രേഷ്ഠയും ലോകോത്തര സതീരത്നവുമായ സീത മണ്ണുകൊണ്ടൊരു പിണ്ഡമുണ്ടാക്കി നിഷ്കളങ്ക ഭക്തിപൂർവം എന്നെ ധ്യാനിച്ച് ഉദ്വസിച്ചത് എനിക്ക് സ്വീകരിക്കേണ്ടി വന്നു. പുണ്യോത്കർഷം തികഞ്ഞ ഒരു പിതൃകർമ്മമായിരുന്നു അത്. തന്മൂലം ഐഹികങ്ങളായ സർവബന്ധങ്ങളും എന്നിൽ നിന്നും നിശേഷം
വിട്ടകലുകയും എനിക്ക് വേണ്ടിയുള്ള പിതൃകർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. അതോടുകൂടി സായുജ്യപദ പ്രാപ്തിയും ലഭ്യമായതുകൊണ്ടാണ് നിങ്ങളുടെ പിണ്ഡദാനം സ്വീകരിക്കാൻ എനിക്ക് വരാൻ കഴിയാതെ പോയത്. നിങ്ങൾ സങ്കടപ്പെടേണ്ട. സായുജ്യം പ്രാപിച്ച ആത്മാവ് മറ്റൊന്നിനോടും കടപ്പെടുന്നില്ല. ഈ വിധം തത്വോപദേശപരമായ സാന്ത്വനോക്തികൾ നൽകി ദശരഥന്റെ പിതൃഭാവ രൂപം അനന്താകാശവേദിയിൽ തിരോഭൂതമായി. മൈഥിലി പുഷ്പിണിയായിരുന്നിട്ടും വെറും മണ്ണുകൊണ്ടുള്ള പിണ്ഡം ദാനം ചെയ്തിട്ടും ആ പിതൃകർമ്മം പുണ്യകർമ്മത്തിന്റെ സുഹൃത പൂർണിമയിലെത്തി. ദശരഥനുമായുണ്ടായ സമാഗമം രാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാർക്കല്ലാതെ മറ്റാർക്കും ദൃശ്യമായിരുന്നില്ല. ഇപ്രകാരം ഒരു മാനഹാനി തനിക്ക് നേരിട്ടതിൽ ഇനിമേൽ ഈ ഗയാതീർത്ഥത്തിൽ വരുന്ന പിതൃക്കളെ ആർക്കും കാണാൻ കഴിയാതെ പോകട്ടെ എന്ന് രാമൻ മനം നേറി ഒരു ഉഗ്ര ശാപവും നൽകി. എല്ലാവിധ ഗുണമഹിമകളോടു കൂടിയ ഒരു സർവോത്കൃഷ്ട സതീരത്നമായിരുന്നല്ലോ സീതാദേവി എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ നിലോൽപല നേത്രങ്ങൾ രണ്ടും ബാഷ്പപൂർണങ്ങളായി. അതെ, മനുഷ്യനായി ജനിച്ചാൽ മാനുഷികങ്ങളായ സർവ പ്രാരാബ്ധങ്ങളും അനുഭവിക്കും എന്ന് അദ്ദേഹം സ്വയം സമാധാനിച്ചു. പൂർവ സമുദ്ര തീരത്ത് ശൈലൂഷന്മാർ എന്നു പേരുള്ള ഒരു വിഭാഗം ദുഷ്ട ഗന്ധർവന്മാർ അധിവസിക്കുന്നുണ്ടായിരുന്നു. ക്രൂരന്മാരും അക്രമികളുമായിരുന്ന അവർ സദാ അയൽ രാജ്യങ്ങളെ ഉപദ്രവിച്ചു പല കഷ്ടനഷ്ടങ്ങളും വരുത്തിക്കൊണ്ടിരുന്നു. അവരുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ കേകയാധിപനായ യുധാജിത്ത് ഒരു ദൂതൻ വഴി ആ വിവരം അയോധ്യാധിപതിയെ അറിയിച്ച് സഹായം അഭ്യർത്ഥിച്ചു. രാമഭദ്രൻ തൽക്ഷണം തന്നെ ഭരതന്റെ കീഴിൽ ഒരു വലിയ സൈന്യത്തെ അങ്ങോട്ടേക്ക് അയച്ചു. ഗന്ധർവന്മാരുമായി 7 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ അവസാനം മാരകമായ കാലബാണം പ്രയോഗിച്ച് കൈകേയി പുത്രൻ ഗന്ധർവ വർഗത്തെ മുഴുവൻ നാമാവശേഷമാക്കി. 5 വർഷം കൊണ്ട് ഭരതൻ മാതുലനായ യുധാജിത്തിന്റെ സഹായത്തോടെ ആ പ്രദേശം ആവാസയോഗ്യവും ഫലഭൂയിഷ്ടവുമായ ഒരു നല്ല രാജ്യമാക്കി തീർത്തു. ഉത്തര കോസലമെന്നും ദക്ഷിണ കോസലമെന്നും 2 രാജ്യങ്ങളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അവയിൽ ഒന്നിലെ രാജകുമാരിയായിരുന്നു കൗസല്യ. ആ 2 രാജ്യങ്ങളും ചേർത്ത് അയോധ്യ രാജസ്ഥാനമാക്കി. ദശരഥൻ ഭരിച്ചു വന്നത് ആ രാജ്യമായിരുന്നു. ആ മഹാകോസലത്തെ വീണ്ടും ഉത്തരമെന്നും ദക്ഷിണമെന്നും 2ആയി വിഭജിച്ച് ഒന്നിൽ ലവനെയും മറ്റേതിൽ കുശനെയും യുവരാജാക്കന്മാരായി രാമൻ വാഴിച്ചു. ഗന്ധർവന്മാരിൽ നിന്നും പിടിച്ചെടുത്ത ശൈലൂഷ രാജ്യം 2ആയി തിരിച്ച് താരാപഥമെന്നും ചന്ദ്രകാന്തമെന്നും പേരുകൾ നൽകി. അവയിൽ താരാപഥത്തിൽ ഭരതപുത്രനായ അംഗദനെയും ചന്ദ്രകാന്തത്തിൽ ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിനെയും ഭൂപതിമാരായി അവരോധിച്ചു. ശത്രുഘ്നപുത്രനായ ചിത്രരഥൻ മധുരാപുരി മന്നവനായും അഭിഷേകം ചെയ്യപ്പെട്ടു. ആ 5 രാജ്യങ്ങളിലെയും ഭരണം അതാതിന് അധികാരപ്പെട്ട രാജകുമാരന്മാരിൽ തന്നെ പൂർണ്ണമായി നിക്ഷിപ്തമാക്കുകയും ചെയ്തു. എന്നാലും ആ 5 രാജ്യത്തിൻ്റെയും ഭരണാധികാര മേൽക്കോയ്മ രാമഭദ്രനിൽ അധിഷ്ഠിതമായിരുന്നു. ജ്യേഷ്ഠനെ വിട്ടുപിരിയാതെ രാജ്യഭരണകാര്യത്തിലും മറ്റെല്ലാത്തിലും വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാർ രാമന്റെ കൂടെ തന്നെ അയോധ്യയിൽ താമസിച്ചു. കേന്ദ്ര ഭരണകൂടവും അയോധ്യയിൽ തന്നെ ആയിരുന്നു. അപ്പോഴും രാമരാജ്യം ക്ഷേമരാജ്യമായി ലോകോത്തര പ്രഖ്യാതിയോടെ പരിലസിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ രാമചന്ദ്രൻ സർവ ഭാരങ്ങളും ഒതുക്കി സായുജ്യ പദപ്രാപ്തി മാത്രം ലക്ഷ്യമാക്കി വാഴുന്ന കാലത്തൊരു ദിവസം യമധർമ്മൻ ഒരു മാമുനീന്ദ്രന്റെ വേഷത്തിൽ അയോധ്യയിൽ ആഗമിച്ച് രാജാതിരാജ പ്രഭുവായ രാഘവനെ സന്ദർശിച്ചു. അവർ 2 പേരും കൂടി ആസ്ഥാന മണ്ഡപ മണിയറയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ മുനീന്ദ്രൻ പറഞ്ഞു, രാജരത്നമേ, പരമ രഹസ്യങ്ങളായ ചില ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങയോട് അല്പം പറയാനുണ്ട്. ആയതിനാൽ നാം തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മുറിയിൽ ആരും കടന്നു വരാൻ പാടില്ല. അതിന് വിപരീതമായി ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ ആരു തന്നെയായാലും അവനെ വധിക്കാമെന്ന് അങ്ങ് സത്യം ചെയ്യണം. അങ്ങനെ മഹർഷിവര്യന്റെ നിർദ്ദേശപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തു. അനന്തരം സൗമിത്രിയെ വിളിച്ച് കൽപ്പിച്ചു, ലക്ഷ്മണ, ഞങ്ങളുടെ സംഭാഷണം അവസാനിക്കുന്നതുവരെ
ഈ മുറിയിലേക്ക് കടക്കാൻ നീ ആരെയും അനുവദിക്കരുത്. കൽപ്പനയനുസരിച്ച് ലക്ഷ്മണൻ തിരിച്ചുപോയി ആ മുറിയുടെ വാതിൽക്കൽ കാവലായിട്ട് നിന്നു. യതിവര്യൻ സംഭാഷണം ആരംഭിച്ചു. പ്രഭു, സൂര്യവംശ തിലകമേ, ഞാൻ മുനിയല്ല, യമധർമ്മനാണ്. ബ്രഹ്മദേവന്റെ നിയോഗമനുസരിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം ഞാൻ അറിയിക്കാം. അങ്ങ് സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്കെല്ലാം കാരണഭൂതനായ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ധർമ്മം നിലനിർത്താനും മനുഷ്യജീവിതത്തിന്റെ ദുഃഖാത്മക സത്യസ്ഥിതി വെളിപ്പെടുത്താനും വേണ്ടി ഇക്ഷ്വാകു വംശത്തിൽ ദശരഥപുത്രനായി അങ്ങ് അവതരിച്ചു. അങ്ങയുടെ അവതാരത്തിനു ശേഷം ത്രേതായുഗം 11,000 വർഷങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ അവതാരോദ്ദേശങ്ങളും പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയിൽ വിലയം പ്രാപിച്ചിരുന്ന വിഷ്ണുമായിയായ സീതാദേവിയും മറഞ്ഞിരിക്കുന്നു. ഈ ഭൂതലവാസം ഉപേക്ഷിച്ച് വൈകുണ്ഠ ലോകത്തിലേക്ക് എഴുന്നള്ളുവാൻ ഇനി ഒട്ടും വൈകരുത്. രാമൻ പറഞ്ഞു, ഞാനും അത് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നിൽ നിന്നും ദേവി മറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ തന്നെ അവളുടെ പിറകെ പോകേണ്ടവനായിരുന്നു. ആയുധങ്ങളായ ഭരത ശത്രുഘ്നന്മാരും അനന്താംശമായ ലക്ഷ്മണനും എൻ്റെ കൂടെ പോരേണ്ടവരാണ്. എല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ നിർവഹിച്ചു കൊള്ളാമെന്ന് വിധാതാവിനോട് പറയൂ. ഇനി അധികം താമസിയാതെ ഈ മാനുഷ വേഷം വെടിഞ്ഞ് എൻ്റെ കാരണമായ വിഷ്ണുദേവനിൽ ഞാൻ വിലയം പ്രാപിക്കും. ഈ സമയത്ത് ദുർവാസാവ് മഹർഷി അവിടെ രാമനെ കാണാനായി എത്തുകയാണ്. ലക്ഷ്മണൻ പറഞ്ഞു, മഹർഷി വരിയ, അല്പം ക്ഷമിക്കണം. അകത്തേക്ക് ആരെയും കടത്തി വിടരുതെന്നാണ് ജ്യേഷ്ഠന്റെ കൽപ്പന. അല്പസമയത്തിനുള്ളിൽ ജ്യേഷ്ഠൻ പുറത്തേക്ക് വരും, അപ്പോൾ കണ്ടാൽ പോരെ? ദുർവാസാവ് കോപിച്ചു. നിന്റെ വാതിൽക്കൽ കാത്തു നിൽക്കാൻ വന്നവനല്ല ദുർവാസാവ്. ചെന്നു പറയൂ, ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു എന്ന്. എന്നെ ധിക്കരിച്ചാൽ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്ന് നിനക്കറിയാമോ? പ്രകൃത്യ കോപിഷ്ഠനും ഗർഭിഷ്ഠനുമായ ദുർവാസാവ് ശപിച്ചാല് രഘുവംശം പോലും മുടിയും, അയോധ്യയും നശിക്കും. ഞാനായിട്ട് വംശനാശവും രാജ്യനാശവും വരുത്തുന്നത് ധർമ്മമല്ല. ദുർവാസാവായതുകൊണ്ട് കൽപ്പന ലംഘിച്ച ഗൗരവം ജ്യേഷ്ഠനും തോന്നുകയില്ല. ഇങ്ങനെ ചിന്തിച്ച് സൗമിത്രി മണ്ഡപമുറിയിൽ പ്രവേശിച്ച് അത്രിപുത്രന്റെ ആഗമന വൃത്താന്തം അറിയിച്ചു. തൽക്ഷണം തന്നെ കൃതാന്തനെ യാത്രയച്ചതിനു ശേഷം മാമുനിവര്യനെ സ്വീകരിക്കാനായി രാമൻ പുറത്തേക്ക് വന്നു. ഗോപുരദ്വാരത്തിൽ മഹർഷിയെ കണ്ടില്ല. ജ്യേഷ്ഠാനുജന്മാർ രണ്ടുപേരും വളരെ അതിശയിച്ചു. അന്തകന്റെ ഒരു സ്വന്തം പാർഷദനായിരുന്നു അത്രിപുത്രനായി അവിടെ ആവിർഭവിച്ചത്. രാമൻ സത്യപ്രതിജ്ഞയെക്കുറിച്ചോർത്തു. മുറിയിൽ പ്രവേശിച്ചത് തന്റെ വാത്സല്യമേറിയ അനുജൻ ലക്ഷ്മണനാണ്. അവനെ ഞാൻ എങ്ങനെ വധിക്കും? എത്രയെത്ര ത്യാഗങ്ങൾ അവൻ എനിക്ക് വേണ്ടി സഹിച്ചിരിക്കുന്നു. അവന്റെ കണ്ഠത്തിൽ ഞാൻ എങ്ങനെ വാളുവെക്കും? ജീവിതം ഇത്രമാത്രം ദുഃഖഭൂയിഷ്ടമായി തീരുവാൻ ഞാൻ എന്തിന് ഇങ്ങനെയൊരു അവതാരം സ്വീകരിച്ചു? ജനനം മുതൽ മരണം വരെ ദുഃഖം. ഞാൻ വിഷ്ണുവിന്റെ മനുഷ്യരൂപമാണ്. സദാ നിദ്രാലുവായ അദ്ദേഹം ഈ അവതാരത്തിന്റെ ദുരിതങ്ങളൊന്നും അറിയുന്നില്ലായിരിക്കാം. ഈ വിധം ചിന്തിച്ച് തലയും താഴ്ത്തി വിഷമിച്ചിരിക്കുന്ന ജ്യേഷ്ഠന്റെ അടുത്ത് വന്ന് ലക്ഷ്മണൻ ചോദിച്ചു, എന്തോ ദുസ്സഹമായ വേദന ജ്യേഷ്ഠന്റെ മനസ്സിനെ മഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തൻ്റെ സത്യപ്രതിജ്ഞയെ സംബന്ധിച്ചുള്ള സർവ ചരിത്രവും അദ്ദേഹം അനുജനെ ധരിപ്പിച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, എന്നെക്കുറിച്ച് ജ്യേഷ്ഠൻ ഒരിക്കലും സങ്കടപ്പെടരുത്. സത്യപ്രതിജ്ഞ ജ്യേഷ്ഠൻ നിറവേറ്റണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ കുലത്തിന്റെ മഹിമ അതാണ്, സത്യം നിറവേറ്റുക എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ ജനനം മുതൽ ഇതുവരെയും ജ്യേഷ്ഠന് വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. എൻ്റെ ഏക ലക്ഷ്യം ജ്യേഷ്ഠന്റെ സുഖം മാത്രമായിരുന്നു. ഒടുവിൽ ജ്യേഷ്ഠന് വേണ്ടി തന്നെ എൻ്റെ ജീവനെയും ബലിയർപ്പിക്കേണ്ടി വന്നാൽ അതിൽ പരം ഒരു മഹാഭാഗ്യം എനിക്ക് മറ്റെന്തുണ്ട്? മടിക്കേണ്ട ജ്യേഷ്ഠ, ഞാൻ വാളെടുത്ത് തരാം. ജ്യേഷ്ഠൻ എൻ്റെ കണ്ഠം മുറിച്ചു കളയൂ എന്ന് പറയാണ്. അപ്പോൾ എരിയുന്ന തേയിൽ എണ്ണയൊഴിക്കുന്നതെന്ന പോലെ സൗമിത്രിയുടെ വാക്കുകൾ രാമന്റെ ഹൃദയവ്യഥയെ ആളിക്കത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തർലീനമായിരുന്ന വൈഷ്ണവ ശക്തി തൽക്കാലത്തേക്ക് മാനുഷിക വികാരത്തിന് വഴങ്ങിക്കൊടുത്തു. ദൈവമാണെങ്കിലും മനുഷ്യനായി ജനിച്ചാൽ മാനുഷിക വികാരങ്ങൾക്ക് അവൻ അടിമപ്പെടണം എന്നുള്ള ഒരു വിശിഷ്ട തത്വമാണ് രാമചന്ദ്രൻ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടി വെളിവാക്കിയത്. അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠനെയും സുമന്ത്രരെയും അമാത്യന്മാരെയും ഒക്കെ വരുത്തി ദാരുണമായ ആ സത്യപ്രതിജ്ഞാ വൃത്താന്തം പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ ഉപദേശിച്ചു, രഘുപതി, സൂര്യവംശ മന്നവന്മാരൊരിക്കലും സത്യലംഘനം ചെയ്തിട്ടില്ല.
അങ്ങയുടെ പിതാവായ ദശരഥ ഭൂപതി സത്യപരിപാലനത്തിനു വേണ്ടി പുത്രന്മാരെ പോലും പരിത്യജിച്ചിട്ട് ഏകാന്ത സന്താപത്തോടെ ഇഹലോകവാസം വെടിഞ്ഞു. പ്രിയപ്പെട്ട അനുജനെന്നുള്ള ആ ഒരു സ്നേഹം മാറ്റിവെച്ചിട്ട് സത്യപ്രതിജ്ഞ നിർവഹിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. കുലഗുരു പോലും ഈ വിധം ഉപദേശിച്ചത് കേട്ട് വർദ്ധിച്ച താപകോപത്തോടെ സൗമിത്രിയെ നോക്കി രാമൻ ആജ്ഞാപിച്ചു, പോയി എൻ്റെ കൺമുമ്പിൽ നിന്ന് നീ കാണരുത്, ഈ കൊട്ടാരത്തിൽ നീ കടക്കരുത്, എന്നേക്കുമായി നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എനിക്ക് ലക്ഷ്മണൻ എന്നുള്ള ഒരു അനുജനുമില്ല, നിനക്ക് രാമൻ എന്നുള്ള ജ്യേഷ്ഠനുമില്ല, പോയി ഇവിടെ നിന്നും പോയിക്കോളൂ. ത്യാഗവും വധവും തുല്യമാണ്. വധിക്കുന്നതിന് പകരം എൻ്റെ പ്രാണന് തുല്യനായ അനുജനെ ഞാൻ പരിത്യജിച്ചിരിക്കുന്നു. അച്ഛനെയും അമ്മമാരെയും ധ്യാനിച്ച് അനുഗ്രഹങ്ങളും യാചിച്ച് അയോധ്യയിലെ വീരകേസരിയായിരുന്ന ലക്ഷ്മണൻ മന്ദമന്ദം നടന്ന് തെരുവീഥിയിലേക്ക് ഇറങ്ങി. അല്പസമയം ആലോചിച്ചു നിന്നതിന് ശേഷം സൗമിത്രി തൻ്റെ പ്രിയപത്നിയായ ഊർമിളയുടെ ശയനമണിയറയിലേക്ക് സാവധാനം കടന്നു ചെന്നു. വിഷാദത്തോടെ വരുന്ന ഭർത്താവിനെ കണ്ട് ഉത്കണ്ഠയോടുകൂടി ഊർമിള ചോദിച്ചു, അങ്ങയുടെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? വിശേഷം വല്ലതും ഉണ്ടായോ? ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ നിന്നോട് യാത്ര ചോദിക്കാൻ വന്നിരിക്കുകയാണ്, എന്നേക്കുമായുള്ള യാത്ര. ജ്യേഷ്ഠൻ എന്നെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ രാജ്യ ബഹിഷ്കൃതനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഊർമിള തളർന്ന് താഴെ വീണുപോയി. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കോപവും സങ്കടവും ഒക്കെ ആയിട്ട് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ജ്യേഷ്ഠൻ അങ്ങയെ രാജ്യ ബഹിഷ്കൃതനാക്കിയെന്നോ? ധർമ്മപത്നിയെ ഉപേക്ഷിച്ച്? ഊർമിള പറഞ്ഞു, ജ്യേഷ്ഠന്റെ പിറകെ 14 വർഷത്തെ കാനനവാസത്തിന് അങ്ങ് പുറപ്പെട്ടപ്പോൾ എതിരൊന്നും ഞാൻ പറഞ്ഞില്ല. ജ്യേഷ്ഠത്തെ പോലെ അങ്ങയുടെ കൂടെ ഞാനും വരുന്നു എന്ന് ശഠിച്ചില്ല. ക്ഷമയോടുകൂടി ഒരു ധർമ്മപത്നിയുടെ കടമ അന്ന് ഞാൻ നിർവഹിച്ചു. എന്നാൽ അങ്ങയെ രാജ്യ ബഹിഷ്കൃതനാക്കിയ ജ്യേഷ്ഠന്റെ ഈ തീരുമാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ജ്യേഷ്ഠനോട് ഞാനൊന്ന് ചെന്ന് ചോദിക്കട്ടെ, എന്ത് കാരണത്തിന്മേലാണ് എൻ്റെ ഭർത്താവിനെ രാജ്യ ബഹിഷ്കൃതനാക്കുന്നതെന്ന്? അദ്ദേഹം എന്ത് സമാധാനം പറയുന്നു എന്ന് ഞാൻ കേൾക്കട്ടെ. അങ്ങ് പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതിന് വിരുദ്ധമായി അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന പക്ഷം ഈ ഊർമിളയുടെ ജീവത്യാഗം കണ്ടുകൊണ്ടായിരിക്കും അങ്ങയ്ക്ക് പോകേണ്ടി വരുന്നത്. ലക്ഷ്മണൻ പറഞ്ഞു, സത്യപരിപാലനത്തിനു വേണ്ടിയാണ് ഞാൻ രാജ്യ ബഹിഷ്കൃതനാകുന്നത്, ഇല്ലെങ്കിൽ ജ്യേഷ്ഠനാൽ ഞാൻ വധിക്കപ്പെടണം. സൗമിത്രി നടന്ന എല്ലാ സംഭവങ്ങളും ഊർമിളയെ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട ശേഷം ഗദ്ഗതത്തോടെ അവൾ പറഞ്ഞു, അങ്ങ് തപസ്സനുഷ്ഠിക്കാൻ പോകുകയാണ്, പോയിക്കൊള്ളൂ. നെറ്റിമേൽ തിലകമണിയിച്ച് അങ്ങയെ ഞാൻ യാത്രയാക്കാം. ഇന്നു മുതൽ ഈ ഊർമിളയും ഒരു തപസ്വിനിയായി ഇവിടെ ജീവിക്കും. ലക്ഷ്മണൻ എല്ലാം വെടിഞ്ഞ് പുറത്തേക്കിറങ്ങി. അവന്റെ ലക്ഷ്യം സരയൂ നദീതീരമായിരുന്നു. സരയൂ നദീതീരത്തെത്തി ബ്രഹ്മധ്യാനത്തിൽ ലയിച്ച് തപസ് ചെയ്ത് ആ പുണ്യചരിതൻ സമാധി അടഞ്ഞ് വൈകുണ്ഠം ഭൂകി. രാമഭദ്രൻ വളരെ സങ്കടപ്പെട്ടു. ദേവിയും അനുജനും പോയി കഴിഞ്ഞിരിക്കുന്നു. ശത്രുഘ്ന പുത്രനെയും ഭരത ലക്ഷ്മണ പുത്രന്മാരെയും ദൂതന്മാരെ അയച്ച് തൽക്ഷണം വരുത്തി. വേർപാടിന്റെ പുണ്യദിനം സമാഗതമാകുന്നു. ഭഗവാൻ തൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ടത് കണ്ടു. ഒരു ദിവസം അദ്ദേഹം എല്ലാവരെയും വിളിച്ചു വരുത്തി പറഞ്ഞു, സീതയും ലക്ഷ്മണനും പോയി. ഞാൻ ഇനി രാജാവായി വാഴാൻ ആഗ്രഹിക്കുന്നില്ല. സരയൂ നദീകുലം പ്രാപിച്ച് അന്ത്യവിശ്രമം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുത്രന്മാർ അവരവരുടെ രാജ്യം ക്ഷേമകരമായി ഭരിച്ച കീർത്തിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കട്ടെ. ഭരതൻ ഒരു മേൽക്കോയ്മയായി എൻ്റെ സ്ഥാനത്ത് ഇവിടെ വാഴണം. ശത്രുഘ്നൻ അവനെ സഹായിക്കണം. എന്നാൽ ഭരതൻ അതിന് തയ്യാറായില്ല. ജ്യേഷ്ഠനെ പൂജിച്ച് പരിചരിച്ച് ജ്യേഷ്ഠന്റെ കൂടെ എന്നും ജീവിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ശത്രുഘ്നും അതേ വാക്കുകൾ തന്നെ പറഞ്ഞു. രണ്ട് അനുജന്മാരും ജ്യേഷ്ഠനെ വിട്ടുപിരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. വിഷ്ണു ഭഗവാന്റെ ആയുധങ്ങളുടെ അംശാവതാരങ്ങളാണ് അവർ. ആ നിലയിൽ അവർ എങ്ങനെ വിട്ടുപിരിയും? തൽക്ഷണം തന്നെ ഭഗവത് മനോരഥമറിഞ്ഞ് പുഷ്പക വിമാനം അവിടെ സമാഗതമായി. രഘുനാഥന്റെ ആജ്ഞ അനുസരിച്ച് വിമാനം പറന്നു. താമസം വിന സുഗ്രീവൻ, അംഗദൻ, നളൻ, നീലൻ, സുഷേണൻ, കേസരി തുടങ്ങിയ വാനര പ്രവരന്മാരും വിഭീഷണാദികളും പരിവാരങ്ങളും വന്നു ചേർന്നു. ധ്യാനത്തിൽ കൂടി സർവ്വതും അറിഞ്ഞ് മാരുതിയും അവിടെ എത്തിച്ചേർന്നു. എന്തോ ഒരു അന്ധപ്രചോദനത്താൽ എന്ന പോലെ അയോധ്യാവാസികൾ ആബാലവൃദ്ധം അവിടെ തടിച്ചുകൂടി. രാമൻ എല്ലാവരോടും യാത്ര പറഞ്ഞു.
നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് തുറന്നു പറയൂ, ഞാനത് സാധിച്ചു തരാമെന്നും പറഞ്ഞു. അടിയങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. നെഞ്ചിരുവടി എവിടെ എഴുന്നള്ളുന്നുവോ അവിടെ അടിയങ്ങളെയും കൊണ്ടുപോകണം. ജനാവലികളുടെ ഇടയിൽ നിന്നും മുഴങ്ങിക്കേട്ട ഏക ശബ്ദം അതായിരുന്നു. ശരി, ഇഷ്ടമുള്ളവർ, ആഗ്രഹമുള്ളവര് എന്നോട് കൂടി പോരുക എന്ന് രാമൻ പറഞ്ഞു. വസിഷ്ഠനും അതിനോട് അനുകൂലിച്ചു. വിഭീഷണനും രാമന്റെ കൂടെ പോകാൻ അനുവാദം തേടി. എന്നാൽ ലങ്കാധിപതിയായി വാഴാനുള്ള അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള അങ്ങയ്ക്ക് അത് സാധിക്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിഷ്ണു ഭക്തനായി രാജ്യം ഭരിച്ച് വാഴാൻ അനുമതി കൊടുത്തു. അതുപോലെ ഹനുമാനും ചിരഞ്ജീവിയാണ്. അവനും രാമനാമം ഭൂതലത്തിൽ നിന്നും വിസ്മൃതമാകുന്നത് വരെ ഈ ഭൂമിയിൽ വാഴേണ്ടവനാണ്. ബാക്കിയുള്ളവർ എല്ലാവരും എൻ്റെ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം തൻ്റെ സ്വന്തം പുത്രന്മാരെയും അനുജന്മാരുടെ പുത്രന്മാരെയും അദ്ദേഹം അനുഗ്രഹിച്ചു. വേണ്ട ഉപദേശങ്ങളും കൊടുത്തു. അതുപോലെ ഭരതൻ പൂജിച്ച പാദുകങ്ങളെയും രാമൻ പൂജിച്ചുകൊണ്ടിരുന്ന സീതയുടെ വിഗ്രഹത്തെയും നിങ്ങൾ എന്നാളും കാത്തു പരിപാലിക്കണം എന്നും പറഞ്ഞു. അതുപോലെ 2 രാജ്യത്തെ രാജാക്കന്മാരാണെങ്കിലും നിങ്ങൾ ഒന്നിച്ചു വേണം താമസിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇരട്ട പറ്റവരാണ്. അകന്ന് താമസിച്ചാൽ നിങ്ങളുടെ ശക്തി കുറയും എന്നും പറഞ്ഞു. പിന്നീട് എല്ലാവരോടും യാത്രയും ചൊല്ലി രാമചന്ദ്രൻ ഗോപുരത്തിന് വെളിയിൽ കടന്നു. അന്ന് രാത്രി എല്ലാവരും അവിടെ കഴിഞ്ഞുകൂടി. പിറ്റേന്ന് രാവിലെ പൂജകളും പ്രാർത്ഥനകളും നടത്തി രാജകൊട്ടാരത്തിന് അന്തിമാഭിവാദനം നൽകി അവസാന യാത്രയും ചൊല്ലി ജഗന്മയനായ രാമഭദ്രൻ മാനുഷനായി മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു. വസിഷ്ഠനോട് വാങ്ങിച്ച വഹ്നിയും വഹിച്ച് പുരോഹിതന്മാർ മുമ്പേ നടന്നു. വേദങ്ങളും മന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് മഹാബ്രാഹ്മണരും താപസവൃന്ദങ്ങളും രാമ ഭരത ശത്രുഘ്നന്മാരുടെ പിറകിലും നടന്നു. രാജപത്നികളും അന്തപുര സ്ത്രീകളും പരിചാരികമാരും അമാത്യന്മാരും സേനാപതികളും ഉദ്യോഗസ്ഥന്മാരും അവരുടെ ബന്ധുമിത്രാദികളും അയോധ്യയിലെ രാമഭക്തന്മാരായ ആബാലവൃത്തം സ്ത്രീ പുരുഷന്മാരും സുഗ്രീവാദി വാനരന്മാരഖിലവും വിഭീഷണാദി രക്ഷോവരന്മാരും ഗുഹാദി നിഷാദ ഭക്തസമൂഹവും പശുക്കളും പറവകളും മൃഗങ്ങളും രക്ഷിതാവായ രാമദേവനെ ഭക്തിപൂർവ്വം അനുധാവനം ചെയ്തു. വഴിനീളെ സർവമാന പേരും രാമം രാമം ശ്രീരാമം, ദണ്ഡം ദണ്ഡം കോദണ്ഡം, സീതാറാം സീതാറാം, രാമം രാമം സീതാറാം എന്ന് വാഴ്ത്തിപ്പാടിക്കൊണ്ട് ആ സംഘത്തിൽ ചേർന്നു. സർവവും രാമമയം. ഒടുവിൽ എല്ലാവരും സരയൂ നദീ തീരത്തെത്തി. ലക്ഷ്മണൻ സമാധിയടഞ്ഞ പുണ്യസ്ഥലികയിൽ രാമഭരത ശത്രുഘ്നന്മാരും ഊർമിളയും തർപ്പണാദി അന്ത്യോപചാര കർമ്മങ്ങൾ നടത്തി. രാമമന്ത്രം എല്ലായിടത്തും മുഴങ്ങി. സീതാറാം എന്ന രാമമന്ത്രധ്വനി അന്തരീക്ഷമാകെ ഭേദിക്കുമാറ് മുഴങ്ങിക്കൊണ്ടിരുന്നു. രാമഭദ്രൻ പുണ്യ വൈകുണ്ഠത്തെ ദർശിച്ചു. ആകെയൊരു ദിവ്യപ്രകാശം ആകാശത്തിൽ പരന്നു. സരയൂ നദിയുടെ മുകൾ ഭാഗത്ത് ഗരുഡ വാഹനം പ്രത്യക്ഷപ്പെട്ടു. നാരദ തുമ്പുരു ഗന്ധർവ കിംപുരുഷന്മാർ ദേവവാദ്യം മുഴക്കി. അഖില ലോകനായകനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ അവതാര നാടകത്തിലെ അന്തിമരംഗം അഭിനയിക്കാൻ ആരംഭിച്ചു. പ്രപഞ്ചം നിശ്ചലമായി. ശ്രീ രഘുപതി അഞ്ജലിബദ്ധനായി അരവിന്ദ നയനങ്ങൾ നിമീലനം ചെയ്ത് മന്ദാകിനി വക്ഷസിലേക്ക് മന്ദം മന്ദം ഇറങ്ങി. അനുജന്മാരുൾപ്പെടെ അനുഗാമികളായ സർവ്വ ആളുകളും മൃഗങ്ങളും പക്ഷികളും അദ്ദേഹത്തെ പിന്തുടർന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. ദാശരഥിയായ മംഗലമൂർത്തി അതിൽ മുങ്ങി. സംസാര സാഗരത്തിലെ അദ്ദേഹത്തിന്റെ അവസാന നിമജ്ജനമായിരുന്നു അത്. മറ്റെല്ലാവരും അദ്ദേഹത്തോടൊപ്പം വെള്ളത്തിൽ മുങ്ങി. ആരും പിന്നെ മേൽപോട്ട് ഉയർന്നിട്ടില്ല. രാമൻ മുങ്ങിയ സ്ഥാനത്തു നിന്നും ഒരു ദിവ്യപ്രഭ ഉത്ഗമിച്ച് ആകാശപ്പരപ്പിൽ പ്രകാശിച്ചു. പക്ഷീന്ദ്ര വാഹനവും മറഞ്ഞു. മഹേന്ദ്രാദി അമരന്മാർ ഇടവിടാതെ അപ്പോഴും പൂമാരികൾ ചൊരിഞ്ഞു. രാമചന്ദ്രനും അവരജന്മാരും വൈകുണ്ഠം പൂകി വിഷ്ണുവിൽ വിലയം പ്രാപിച്ചു. കൂടെ മുങ്ങിയ രാമഭക്തന്മാർ സ്വർഗലോകം പൂകി സായുജ്യ പദവും നേടി. വസിഷ്ഠൻ, ഹനുമാൻ, വിഭീഷണൻ, ശേഷിച്ച ആ 3 പേർ മാത്രം ഭഗവാന്റെ സ്വർഗാരോഹണം കണ്ട് ആത്മാനന്ദ പുളകിതരായി രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ നദീതീരത്തിൽ കൈകൾ കൂപ്പി അചഞ്ചലരായി നിന്നു. രാമം രാമം ശ്രീരാമം, ദണ്ഡം ദണ്ഡം കോദണ്ഡം, സീതാറാം സീതാറാം, രാമം രാമം ശ്രീരാമം. ആ ഭക്തിഗാന ശകലം അമ്പരവീഥിയിൽ അപ്പോഴും സാന്ദ്രമധുര സ്വരത്തിൽ മുഴങ്ങുന്നതായി അവർക്ക് തോന്നി.